ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം നഷ്ടപ്പെടാനുള്ളത് ബി.ജെ.പിക്കും അവരുടെ മുന്നണികൾക്കും മാത്രമാണ്. അതായത് എൻ.ഡി.എക്കും മാത്രമാണ്. കാരണം 80 ലോക്സഭാ അംഗങ്ങളുള്ള യു.പിയിലടക്കം രാജ്യത്തെ ബഹുഭൂരിപക്ഷം സീറ്റുകളും 2019 തൂത്തുവാരിയത് 100-ൽ 100ഓടുകൂടി വിജയിച്ചത് ബി.ജെ.പിയുടെ എൻ.ഡി.എ സഖ്യമാണ്. പ്രതിപക്ഷ പാർട്ടികളിൽ കോൺഗ്രസ് 52 സീറ്റ് നേടിയപ്പോൾ ഡി.എം.കെ മത്സരിച്ച 24 സീറ്റുകളും വിജയിക്കുകയുണ്ടായി. തൃണമൂൽ കോൺഗ്രസിന് 22 സീറ്റുകളും സമാജ്വാദി പാർട്ടിക്ക് 5 സീറ്റുകളുമാണ് ആ തിരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ ലഭിച്ചത്. ഇടത് പാർട്ടികൾക്കും എൻ.സി.പിക്കും കൂടി ചേർന്ന് 5 സീറ്റുകൾ വീതവും ജെ.എം.എം, എ.എ.പി പാർട്ടികൾക്ക് ഓരോരോ സീറ്റുകളുമാണ് 2019 ലഭിച്ചിരിക്കുന്നത്. മറ്റ് പ്രധാന പ്രതിപക്ഷ പാർട്ടികളായ വൈ.എസ്.ആർ കോൺഗ്രസും ബിജു ജനതാദളും നിലവിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല. ഈ 2 പാർട്ടികൾ നേട്ടമുണ്ടാക്കിയാൽ അതും ബി.ജെ.പിയുടെ അക്കൗണ്ടിലേക്കാണ് പോകാനുള്ള സാധ്യതകളെല്ലാം. ശിവസേനയിലെ പിളർപ്പോടെ ഈ വിഭാഗത്തിന്റെ പിന്തുണയും മോദി സർക്കാരിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് ഇതുവരെയുള്ള അവസ്ഥയെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പോലും ചിത്രങ്ങൾ വലിയ രൂപത്തിൽ മാറി മറിയുന്നുണ്ട്. പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യം വന്നതാണ് ബി.ജെ.പിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത്. അതിന് ആദ്യമേ തന്നെ തുടക്കം കുറിച്ച രാഹുൽ ഗാന്ധി അടക്കം അവർ ഉണ്ടാക്കിയ സഖ്യം ബി.ജെ.പിയിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഇന്ത്യ മുന്നണി സഖ്യം ഓരോയിടത്തും വ്യക്തമായും ശക്തമായും രാഷ്ട്രീയം പറഞ്ഞ് മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് ഈ അവസാന ലാപ്പിൽ പോലും കാണാൻ കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതും. അത്രത്തോളം വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ബി.ജെ.പിക്ക് ഓരോ നിമിഷവും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ കൂടി എത്തിയപ്പോൾ ബി.ജെ.പിക്കുള്ള തിരിച്ചടി വലിയ തരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ.ഡി.എ ഘടകകക്ഷികളിൽ ജെ.ഡി.യു കഴിഞ്ഞ തവണ മത്സരിച്ച 17 സീറ്റുകളിൽ 16 സീറ്റുകൾ നേടിയ ജെ.ഡി.യു ഇത്തവണ വലിയ തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത്. ഇതുൾപ്പെടെ ബീഹാറിലെ 40 സീറ്റുകളിൽ 39 സീറ്റിലും കഴിഞ്ഞ തവണ വിജയിച്ച ബി.ജെ.പി മുന്നണിക്ക് ഇന്ത്യ മുന്നണി ഉയർത്തുന്നത് വലിയ വെല്ലുവിളികൾ തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തവണ നേടിയ 18 സീറ്റുകൾ നിലനിർത്താനും പുതിയ സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് സാധ്യമല്ല. 48 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന മഹാരാഷ്ട്രയിലും ഇന്ത്യ മുന്നണി ഏറെ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 80 ലോക്സഭാ സീറ്റുകളുള്ള യു.പി കഴിഞ്ഞ തവണ ബി.ജെ.പി സഖ്യം തൂത്തുവാരിയെങ്കിലും ഇത്തവണ ഇന്ത്യ സഖ്യം ഉയർത്തുന്ന വെല്ലുവിളിക്കിടെ എത്രമാത്രം വോട്ടുകൾ അല്ലെങ്കിൽ എത്രമാത്രം വിജയം തുടരാൻ കഴിയുമെന്നും കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം അവിടെ 80 സീറ്റുകളോളം നേടിയ ബി.ജെ.പിക്ക് ഇത്തവണ 60 സീറ്റെങ്കിലും ലഭിക്കൂ എന്നുള്ള സാഹചര്യം പോലും നിലനിൽക്കുന്നു. കാരണം അവിടെ ഇന്ത്യ മുന്നണി നടത്തുന്ന ശക്തമായ പ്രവർത്തനം അത്രമാത്രം ജനങ്ങൾക്കിടയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണ 100-ൽ 100 നേടിയ ഉത്തർപ്രദേശ് ഇത്തവണ 50-60 സീറ്റിൽ ഒതുങ്ങിപ്പോകുമെന്നുള്ള സാഹചര്യം പോലും നിലനിൽക്കുന്നുണ്ട്. രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലും ബി.ജെ.പി തരംഗമാണ് കഴിഞ്ഞ തവണ ആഞ്ഞടിച്ചത്. ഇതിൽ ഏതാനും സീറ്റുകളിൽ അട്ടിമറി വിജയം നേടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞാൽ പോലും അത് വലിയ ഇമ്പാക്റ്റ് ആണ് രാജസ്ഥാനിലും ഒപ്പം തന്നെ മധ്യപ്രദേശിലും ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ പോകുന്നതും. ഒപ്പം ആ വലിയ ഇമ്പാക്റ്റ് ഇന്ത്യ സഖ്യത്തിനും രാഹുൽ ഗാന്ധിക്കും അടക്കം ഉണ്ടാക്കാൻ പോകുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയാണ് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ നേടിയ 5 സീറ്റുകളിൽ നിന്നും വലിയ മുന്നേറ്റം ഇടത് പാർട്ടികളും ഇത്തവണ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കേരളം, പശ്ചിമ ബംഗാൾ, ബീഹാർ, രാജസ്ഥാൻ, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ഇടതു മുന്നണിക്കുള്ളതെങ്കിലും കേരളം, തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് മാത്രം, അതായത് കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്കൊപ്പം അല്ല, അവിടെ UDF-ഉം LDF-ഉമാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ രീതിയിൽ സീറ്റുകൾ കിട്ടാൻ LDF-ന്റെ സാധ്യതയില്ലെങ്കിലും ഇടതു മുന്നണിക്ക് സാധ്യതയില്ലെങ്കിലും തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്ന്, ഈ പശ്ചിമ ബംഗാൾ, ബീഹാർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇടതു മുന്നണി വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്ന നിരവധി മണ്ഡലങ്ങൾ ഒപ്പമുണ്ട്. കേരളത്തിലെ സീറ്റുകൾ എന്തായാലും CPM-ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ആയാൽ പോലും കർണാടകയിലും തെലങ്കാനയിലും CPM-നൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും തമിഴ്നാട്ടിലും ഈ പറഞ്ഞ പോലെ CPM-ന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും കോൺഗ്രസ് വലിയ തരത്തിലുള്ള നേട്ടമുണ്ടാക്കുകയും ചെയ്യും. മഹാരാഷ്ട്ര ശിവസേന ഉദ്ധവ് ഭാഗം കരുത്ത് തെളിയിക്കുകയും ചെയ്യും. ബീഹാറിൽ RJD-ക്കൊപ്പം ഇടതു പാർട്ടികളും വലിയ നേട്ടം കൊയ്യാനുള്ള സാധ്യതകളുമുണ്ട്. തമിഴകവും ഇന്ത്യ സഖ്യം തൂത്തുവാരാനാണ് സാധ്യത. ഒരുപക്ഷെ ഇന്ത്യയിൽ 39-ൽ 39 സീറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനം മുഴുവൻ സീറ്റും ഇന്ത്യ മുന്നണി നേടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്
തമിഴ്നാടാണ്. കാരണം അത്രമാത്രം ശക്തമായാണ് അവിടുത്തെ പ്രവർത്തനം നടക്കുന്നത്. ഇത്തരമൊരു റിസൾട്ടിനുള്ള സാധ്യത BJP നേതൃത്വത്തിൽ തന്നെ ചങ്കിടിപ്പാണ് കൂട്ടുന്നത്. കാര്യം ഇത്തരത്തിലുള്ള റിസൾട്ട് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായാൽ അത് BJPക്ക് വലിയ തകർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ അവസാന നിമിഷവും തെരഞ്ഞെടുപ്പ് അജണ്ട മാറ്റാൻ തന്നെ നിർബന്ധിതരായിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 400 സീറ്റിന് മുകളിൽ എന്ന മോദിയുടെ സ്വപ്നം എന്തായാലും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അപ്പോഴും പക്ഷെ BJPയെ നിസ്സാരമായി കാണാൻ കഴിയില്ല എന്ന് കൂടി പറയേണ്ടി വരും. കാരണം അവരെന്തായാലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന കാര്യം ഉറപ്പാണ്. ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം വന്നാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവിനെ സർക്കാർ ഉണ്ടാക്കാൻ വിളിക്കണമെന്ന നിർദ്ദേശമാണ് BJP മുന്നോട്ട് വെക്കാൻ പോകുന്നത്. രാഷ്ട്രപതിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതെങ്കിൽ പോലും BJPക്കെതിരെ ഒരു നിലപാട് എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അവിടെയാണ് BJPയുടെ പ്ലാൻ ബിക്കും തുടക്കമാവുക. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളെ അടർത്തിയെടുക്കാൻ പരമാവധി ശ്രമങ്ങൾ BJP നടത്തും. ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി മാത്രമാണ് ഇന്ത്യ മുന്നണി എന്നതിനാൽ തന്നെ ഇതിലെ ഘടകകക്ഷികളിൽ പലതിനെയും അടർത്തിയെടുക്കാൻ BJP വിചാരിച്ചാൽ ചിലപ്പോൾ സാധിച്ചേക്കും. കാരണം ഇന്ത്യ മുന്നണി നിൽക്കുന്ന പലരും ഒരു പക്ഷേ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ഇടതുപക്ഷ പാർട്ടികൾ ഒഴികെ രാജ്യത്തെ മറ്റൊരു പാർട്ടി പ്രത്യശാസ്ത്രപരമായി എതിർപ്പുകൾ BJP കാണിക്കാത്തവരാണ്. എന്നിരുന്നാൽ പോലും ഇടതുപക്ഷത്തു നിന്നുള്ളവർ പോലും BJPയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആരൊക്കെ BJPയിലേക്ക് പോകുമെന്ന് പറയാൻ സാധിക്കില്ല. കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് ചേക്കേറിയത് തന്നെ നാം കണ്ടതാണ്, കണ്ടുകൊണ്ടിരുന്നതുമാണ്. തൃണമൂൽ കോൺഗ്രസിനും DMKയ്ക്കും രാജ്യത്തെ ആദ്യ BJP മന്ത്രിസഭയിൽ അംഗമായ ഒരു ഭൂതകാലമുണ്ട്. ഒപ്പം CPMനും അതേ ഭൂതകാലമുണ്ട്. RSSനെ സപ്പോർട്ട് ചെയ്ത് പാരമ്പര്യമുള്ള പാർട്ടിയാണ് CPMും. അതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ BJPയിലേക്ക് ചേക്കേറുമെന്ന് കണ്ടറിയേണ്ടതാണ്. കാരണം അത്രമാത്രം അവർ പ്ലാൻ ബി സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. NCP നേതാവ് ശരത് പവാറിനും BJP വിലക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല. ഉദ്ധവ് താക്കറെയുമായുള്ള ഭിന്നത ഒഴിവാക്കാൻ മോദിയുടെ ഒരു ഫോൺ കോളിന്റെ കാര്യം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി വന്നാൽ ശിവസേന ഷിൻഡെ വിഭാഗത്തെ NDAയിൽ നിന്നും പുറത്താക്കാൻ വരെ മോദി തയ്യാറായാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അവർക്ക് ഭരിച്ചേ പറ്റൂ. നരേന്ദ്രമോദിക്ക് അധികാരം കിട്ടണമെങ്കിൽ അവർ എന്ത് നാറിയ കളിയും കളിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിനുള്ള സാധ്യത കൂടി മുൻനിർത്തിയാണ് പ്ലാൻ ബി BJP ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നേരത്തെ അറിഞ്ഞ മുൻപേ കണ്ട ഒരുപക്ഷെ BJP ഇപ്പോൾ കാണുന്നതിന് മുന്നേ മാനത്ത് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ. കാരണം അതുകൊണ്ട് തന്നെ അവരുടെ പ്ലാൻ ബി എങ്ങനെ പൊളിക്കാമെന്നുള്ള കൂലങ്കഷമായ ചർച്ചയാണ് ഇന്ത്യ മുന്നണിയിൽ നടക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഏത് വിധേനയും BJPയെ തകർക്കാനും നരേന്ദ്രമോദി അധികാരത്തിൽ വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി സഖ്യത്തിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അവർ ഒരുമിച്ച് പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ രാജ്യം നമുക്കെല്ലാവർക്കും സ്വന്തമായിരിക്കും. ഇല്ലെങ്കിൽ വീണ്ടും BJP അധികാരത്തിൽ വന്നാൽ രാജ്യം ഭിന്നിക്കപ്പെടുമെന്നും രാജ്യം ഹിന്ദു രാഷ്ട്രമായി മാറുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുമാണ്. ഞാനും നിങ്ങളും അടക്കമുള്ള ജാതി മതഭേദമന്യേ വർഗവർണ്ണഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ സ്വാതന്ത്ര്യത്തോടെ നിൽക്കണമെങ്കിൽ അതിന് ഇന്ത്യ മുന്നണിക്കൊപ്പം എന്നും എപ്പോഴും കൂടെ നിൽക്കണം. അല്ല എങ്കിൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് ഹിന്ദു രാഷ്ട്രമാണ് എന്ന് തന്നെയാണ്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായാണ് കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കുന്നതും ഒപ്പം കോൺഗ്രസിന് തന്നെ ഒരുപാട് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കായി വിട്ടു നൽകുന്നതും. അങ്ങനെ സ്വന്തം കയ്യിലുള്ള സീറ്റുകൾ പോലും നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ടാണ് ഞാൻ അടക്കമുള്ളവർ നിൽക്കുന്നത്. അതിന് കാരണം ഹിന്ദുത്വ സർക്കാരിനെ പുറത്താക്കുക എന്നുള്ളതാണ്. അതിന് ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാവരും ഒരുമിച്ച് ഒരു കൈയോടും ഒരു മെയ്യോടും നിന്നാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുമുണ്ട്. അപ്പോഴും BJPയുടെ ഈ പ്ലാൻ ബി അവർ ഏത് വിധേന നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഒത്തൊരുമിച്ച് നിന്ന് ഈ പ്ലാൻ ബിയെ തകർക്കാനുള്ള എല്ലാ പ്ലാനുകളും ഇപ്പോൾ തന്നെ നെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനാരോഹണം നടത്തുകയും ചെയ്യും. BJP അട്ടപ്പടലം പൊട്ടി നരേന്ദ്രമോദി വീട്ടിലിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും.